മുത്തുമണികളെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് വന്നതെന്നറിയാമോ? ചില ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതായത് നമ്മളെ പാവപ്പെട്ട ഉമ്മേരെ കയ്യിൽ നിന്ന് അവരുടെ മകളെ ആരോ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി എന്നാണ് എല്ലാവരും ഇപ്പോൾ വിശ്വസിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയൊന്നും അല്ലടേ. സത്യമെന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല. കുറേ കുട്ടികളെയും കൊണ്ടുവന്ന് ഇരുത്തി ഭിക്ഷ തെണ്ടിക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിലാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെ പഞ്ചായത്ത്, ഇവരുടെ നാട്, മഹല്, പിന്നെ ഇവർ ഈ പറഞ്ഞതുപോലത്തെ സ്കൂള്, ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുകയും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കൾ ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്യുന്നത് ഒരു നിസ്സാരം പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്ന ആളുകൾ അതിനെതിരെ പ്രതികരിക്കുകയും അതിന് വേണ്ടുന്ന ആക്ഷനുകൾ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ ഈ കൊച്ചിനെ ആരും തട്ടിപ്പറിച്ചുകൊണ്ട് പോയതൊന്നുമല്ല. അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കൊച്ചിനെ കാണാനും കൊച്ചിൻ്റെ കൂടെ എവിടെ വേണമെങ്കിലും പോകാനും എല്ലാം ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. കുട്ടീനെ ഇവരെ വീട്ടിൽ നിർത്തുന്നതിനും പ്രശ്നമുള്ള ഒരു കാര്യമല്ല. ഉമ്മമാരെ വീട്ടിലായിരിക്കണം കുട്ടി ഉറങ്ങേണ്ടത് എന്നുള്ളത് മാത്രമാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. അതേ കണക്ക് അവിടുത്തെ പഞ്ചായത്തും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ കുട്ടി ആ വീട്ടിൽ പോകുന്നതിനോ അവരുമായിട്ട് സഹകരിക്കുന്നതിനോ അവരുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഇല്ല. പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ കൂടെ ആ കുട്ടി പോകരുത് എന്നുള്ളതാണ്. അതായത് ഈ അല്ലുടായിപ്പ് ഉമ്മേരെ കാമുകനുമൊത്ത് ഒന്നിച്ചിട്ടുള്ള യാത്രകളിൽ ഈ കുട്ടി പോകരുത് എന്നുള്ളത് അത് ആ കുട്ടിയുടെ സ്വന്തം പിതാവിൻ്റെ തന്നെ നിർദ്ദേശമാണ്. ഇവർ ഭയങ്കര കോളിളക്കമൊക്കെ സൃഷ്ടിച്ച് അയാളുടെ നാട്ടിൽ പോയി ഈ കുട്ടിയുടെ സ്വന്തം ഉപ്പേരെ നാട്ടിൽ പോയി അയാൾക്കെതിരെയൊക്കെ കേസ് കൊടുത്തപ്പോൾ ഓർക്കണമായിരുന്നു അയാളും തിരിച്ചടിക്കുമെന്നുള്ളത്. എന്തായാലും അയാൾ ഒരു നല്ല ആളാണ്. അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അയാൾ തയ്യാറാണ് എന്നുള്ളതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശദ വീഡിയോ, ഇതെവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നും ഇതെവിടെ വന്ന് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വിശദ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കും പോലെയല്ല. ആ കുട്ടീനെ ഉമ്മയ്ക്ക് കാണുന്നതിനോ കൊണ്ടുപോകുന്നതിനോ അവരുടെ വീട്ടിൽ നിർത്തുന്നതിനോ ഒന്നും യാതൊരു തടസ്സവും ഇല്ല കേട്ടോ. അത് തെറ്റിദ്ധരിക്കരുത്.